അപ്പോൾ ആ 300 വോട്ടർ തോറ്റില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എം ജേക്കബ് സാർ അന്ന് ജയിച്ചിരുന്നെങ്കിൽ കേരള രാഷ്ട്രീയം തന്നെ മാറിയേനെ. ജോസഫിൻ്റെതായ നിലപാടുകൾ സ്വീകരിച്ചു. മാണി ഗ്രൂപ്പിന് വേണ്ടി ജോസ് കെ മാണിയും സംഘവും അവരവരുടെ നിലപാടായി. ഗ്രൗണ്ട് ലെവൽ പൊളിറ്റിക്സിൻ്റെ ഒരു സന്ദേശവാഹകനായി നിന്ന ആളായിട്ടാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷെ ഒറ്റത്തവണ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. മൂവാറ്റുപുഴയിൽ എൻ്റെ ഒരു വികസനം അല്ലെങ്കിൽ എൻ്റെ ഒരു കയ്യൊപ്പില്ലാത്ത ഒരു വാർഡ് പോലും ഇല്ല. അത്രമാത്രം കാര്യങ്ങൾ നമ്മൾ ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. കേരളത്തിൽ ഇതുപോലെ അവസരങ്ങൾ ലഭിക്കാതെ അനാഥത്വത്തിൻ്റെ ഒരു കയ്പുനീർ കുടിച്ച് ജീവിതം മുഴുവൻ ഒരു സാധാരണ പ്രവർത്തകനായി അതൊരു പുതിയ ചേഞ്ച് വന്നതാണ്. അങ്ങനെ 2015 ശേഷം സംഭവിച്ചതാണ്. അങ്ങനെ ഗ്രൂപ്പിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾക്ക് അതിന് ഞാൻ പറയുന്നത് അത് നമ്മൾ തെരഞ്ഞെടുപ്പ് ജയിക്കാനായിട്ട് ഇങ്ങനെ പൊമ്മി നടക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആർക്കും ഒരു പണക്കം ഉണ്ടായില്ല. നമ്മളൊക്കെ ഇടയ്ക്ക് ചുമ്മാ ചിലപ്പോൾ ചീത്ത വിളിക്കും നേരത്തതെന്നൊക്കെ പറഞ്ഞിങ്ങനെ. ബേസിക്കായ ചില ക്വാളിറ്റി വേണം, സത്യസന്ധത വേണം, നിലപാടുകൾ വേണം. അത് കൈവിട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് ചാടിപ്പിടിക്കാമെന്ന് തെറ്റിദ്ധരിച്ചാൽ അത് നിങ്ങളെ എങ്ങും എത്തിക്കത്തില്ല. അത് അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില ആളുകളൊക്കെ തൽക്കാലത്തേക്കൊക്കെ രക്ഷപ്പെട്ടെന്ന് പറയാം. പക്ഷെ അതൊന്നും നിലനിന്ന് കാണുന്നില്ല. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ അത്തരം തീരുമാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി എല്ലാ കാലഘട്ടത്തിലും നിലനിന്ന വ്യക്തിത്വമാണ് ശ്രീ ജോസഫ് വാഴക്കൻ. ഇന്ന് നമ്മളോടൊപ്പം അദ്ദേഹമാണ് ചേരുന്നത്. നമസ്കാരം ജോസഫ് വാഴക്കൻ. നമസ്കാരം. സത്യത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഒരുമിച്ച് ചോദിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ചോദിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലേക്കുള്ള അങ്ങയുടെ വരവ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അത് KSUവിലൂടെയാണ് വന്നത്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അതെ. ഞാൻ വളരെ കൊച്ചുനാളിൽ ഏതാണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് KSUവിൻ്റെ യൂണിറ്റ് ഞങ്ങളുടെ സ്കൂളിൽ, രാമപുരം സെൻറ്റ് ഏഷ്യൻ സ്കൂൾ എന്ന് പറയും, പാലായിലടുത്ത്, ആ സ്കൂളിലെ യൂണിറ്റ് ഞങ്ങളൊക്കെ കൂടെയാണ് ആദ്യം സ്ഥാപിക്കുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ മുതൽ അങ്ങോട്ട് പിന്നെ കോളേജിലേക്ക് വന്ന് പിന്നെ ഫുൾ ടൈം ആയിരുന്നു. എവിടെയായിരുന്നു? പാലാ സെൻറ്റ് തോമസ് കോളേജിൽ. പാലാ സെൻറ്റ് തോമസ് കോളേജ് വന്ന് അവിടെ KSUവിൻ്റെ ആദ്യം ഇവിടുത്തെ സ്കൂളിലെ യൂണിറ്റിൽ നിന്ന് വന്നവർ അവിടെ ആദ്യമേ അന്നത്തെ കാലത്ത് അത്ര ഒരു കേഡർ സ്വഭാവത്തിലാണ് KSU വന്ന് പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മളിവിടുന്ന് ആദ്യമേ യൂണിറ്റ് എക്സിക്യൂട്ടീവിൽ എടുക്കുള്ളൂ. ഇപ്പോൾ എക്സിക്യൂട്ടീവിലേക്ക് ഓരോ വർഷവും ഫസ്റ്റ് DC, പ്രീ ഡിഗ്രി, സെക്കൻഡ് പ്രീ ഡിഗ്രി, ഫസ്റ്റ് DC, സെക്കൻഡ് DC, ഇങ്ങനെ എല്ലായിടത്തു നിന്നും ഓരോരുത്തരെ കാണുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യമേ KSUവിൻ്റെ എക്സിക്യൂട്ടീവ് വന്നു. അത് കഴിഞ്ഞ് KSUവിൻ്റെ അവിടെ യൂണിറ്റ് പ്രസിഡൻ്റായി, താലൂക്ക് പ്രസിഡൻ്റായി, ജില്ലയിലെ സെക്രട്ടറിയായി, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലായി, പിന്നെ സംസ്ഥാന കലാവേദി കൺവീനറായിരുന്നു, KSUവിൻ്റെ ജനറൽ സെക്രട്ടറിയായി, പ്രസിഡൻ്റായി. അങ്ങനെയാണ്. അപ്പം എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് നടക്കുമല്ലോ. എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ്. പുതിയ തലമുറയിലെ കുട്ടികളെല്ലാവരും ചിലപ്പോൾ ആദ്യം തന്നെ ഈ അഭിമുഖം കാണുമ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടാകും, വീട്ടിൽ നിന്ന് പിന്തുണയുണ്ടായിരുന്നു എന്നുള്ളതാണ്. വീട്ടിൽ കോൺഗ്രസ്സുകാരാണ്. ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊളിറ്റിക്കലായിരുന്നു. രാമപുരം, പാല എന്നൊക്കെ പറയുമ്പോൾ രാമപുരത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി വലിയ ശക്തിയൊന്നുമല്ല. അവിടെ കോൺഗ്രസും കേരള കോൺഗ്രസും അവിടുത്തെ പ്രധാനപ്പെട്ട മത്സരം. ഞങ്ങളുടെ കാലത്തെ നേതാക്കന്മാർ MM ജേക്കബ് സാറും KM മാണി സാറും, ഇവർ തമ്മിലുള്ള ഫൈറ്റാണ്. ഞങ്ങളുടെ പഞ്ചായത്തൊക്കെ വലിയ 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 കൊലപാതകങ്ങളും ഒരുപാട് സംഘടനകൾ കോൺഗ്രസ്, കേരള കോൺഗ്രസ്സൊക്കെ ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എല്ലാ വീട്ടിലും രാഷ്ട്രീയമാണ്. ഞാൻ വേറൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഈയിടെ പറഞ്ഞു, മതം പോലെയാണ് രാഷ്ട്രീയം. ജനിച്ചു വീഴുന്നത് ഒന്നെങ്കിൽ ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ ഹിന്ദുവാണ്, അല്ലെങ്കിൽ മുസ്ലിമാണെന്ന് പറയുന്ന പോലെ ഒന്നെങ്കിൽ കോൺഗ്രസ് ആയിട്ടാണ് ജനിക്കുന്നത് തന്നെ. അപ്പോൾ എൻ്റെ ഫാദർ അവിടുത്തെ ഒരു ബാങ്കിൻ്റെ ഡയറക്ടറോടും. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ സാർ വിളി ഏറ്റവും കൂടുതലുള്ളത് കോട്ടയത്താണ്. രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ മലബാറിലേക്കൊക്കെ പോയാൽ ഞാൻ കണ്ടിട്ടുള്ളത് ഒട്ടുമിക്ക രാഷ്ട്രീയക്കാരും അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ സാർ എന്ന അഭിസംബോധന ചെയ്യുന്ന വളരെ കുറവാണ്. പക്ഷേ നിയമസഭയിൽ പോലും എല്ലാവരും ഉമ്മൻചാണ്ടി സാർ അല്ലെങ്കിൽ KM മാണി സാർ, ഇപ്പോൾ ജേക്കബ് സാർ എന്നൊക്കെയാണ്. ഇതൊരു കോട്ടയത്തിൻ്റെ പ്രത്യേക കൾച്ചറാണോ? അല്ല, അങ്ങനല്ല. ജേക്കബ് സാറായിരുന്നു. അദ്ദേഹം സ്കൂളിൽ സാറായിരുന്നു, പിന്നെ അദ്ദേഹം അഡ്വക്കേറ്റായിരുന്നു. അങ്ങനെ അദ്ദേഹം സാറ് കണ്ട് അദ്ദേഹത്തെ എല്ലാവരും സാറേന്ന് തന്നെയാണ് വിളിക്കുന്നത്. സ്കൂളിൽ സാറായിട്ട് അധികം കാലം വർക്ക് ചെയ്തിട്ടില്ല, എങ്കിലും സാറായിരുന്നു. മാണി സാറ് വക്കീലെന്നുള്ള നിലയിലാണ് സാറായത്.
അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജോലി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാറ് വിളിയുള്ളത്. അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗമുള്ള ആളുകൾ അല്ലെങ്കിൽ വക്കീലന്മാർ അങ്ങനെയൊക്കെ ഉള്ളവരെ അവിടെ സാറേ എന്ന് വിളിക്കാറുള്ളത്. അങ്ങനെയാണ് അവരൊക്കെ സാറേ എന്ന് വന്നത്. അപ്പോൾ അവർ രണ്ടുപേരും സീനിയേഴ്സ് ആയിരുന്നുകൊണ്ട് രണ്ടുപേരെ സാറേ എന്ന് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ ഒരു ഏറ്റുമുട്ടലിൻ്റെ കാലമാണ്. കാരണം 70-ലെ തെരഞ്ഞെടുപ്പിലൊക്കെ എം ജേക്കബ് സാറ് തൂക്കുന്നത് 300 വോട്ടിനാണ്. 300 വോട്ടിൻ്റെ കുറവേ ഉള്ളൂ. കേരള കോൺഗ്രസുമായിട്ടുള്ള ഭയങ്കര ഡയറക്റ്റ് ഫൈറ്റാണ് പാലായി നടക്കുന്നത്. അതിഭയങ്കര ഫൈറ്റാണ്. അപ്പോൾ ആ 300 വോട്ടർ തോറ്റില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എം ജേക്കബ് സാർ അന്ന് ജയിച്ചിരുന്നെങ്കിൽ കേരള രാഷ്ട്രീയം തന്നെ മാറിയേനെ. മാണി സാർ എന്നുള്ള ഒരാളിന് പകരം വേറെ രാഷ്ട്രീയം. കാരണം മാണി സാർ പിന്നീട് ഒരുപാട് ചരിത്രം എഴുതിയ ഒരാളാണ്. രാഷ്ട്രീയത്തിൽ ഒരുപാട് ചരിത്രം ഉള്ളതാണ് അദ്ദേഹത്തിന്. ആ ചരിത്രം അങ്ങനെ ആയിരിക്കും പിന്നെ ഉണ്ടാകുന്നത്. അന്ന് അദ്ദേഹം തോറ്റിരുന്നുവെങ്കിൽ. നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഈ പാർലമെൻ്ററിയിലെ ഇലക്ഷനിലെ രാഷ്ട്രീയം ഒരു പ്രധാനമാണ്. രാഷ്ട്രീയത്തിൽ നമ്മൾ ജയിക്കുക തോക്കുക എന്നുള്ളത്. തോറ്റു കഴിഞ്ഞാൽ നമ്മൾ പോകും. കേരള കോൺഗ്രസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആ കേരള കോൺഗ്രസും പിന്നീട് ഏറ്റവും വലിയ സൗഹാർദ്ദത്തിൻ്റെ വഴിയിലേക്ക് വന്നു. പിന്നെ വീണ്ടും പിരിഞ്ഞു. ഇപ്പോൾ 2026 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേരള കോൺഗ്രസ് വീണ്ടും UDFൻ്റെ ഭാഗമായി മാറുമോ എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ഏരിയ ഇപ്പോഴത്തെ കോൺഗ്രസ് കേരള കോൺഗ്രസ് ഇപ്പോഴത്തെ റിഫ്റ്റിന് പോലും കാരണം ഞങ്ങളുടെ ഏരിയയാണെന്നാണ് പഴി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാര്യം ഇവർ തമ്മിൽ യോജിച്ചെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് ഐക്യം വളരെ ദുർബലമാണ്. അണികൾക്കിടയിൽ പ്രത്യേകിച്ച് പാലായിലൊക്കെ വളരെ ദുർബലമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേറെ പാർട്ടികൾ അത്ര ശക്തിയായിട്ട് നമുക്ക് എതിർക്കാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാരണം. മാർക്സിസ്റ്റ് പാർട്ടിയൊന്നും അത്ര കാര്യമായ ഒരു ശക്തിയൊന്നുമല്ല. അപ്പോൾ എല്ലാ സ്ഥലത്തും മത്സരങ്ങൾ. ഇപ്പം ഞങ്ങളെയൊക്കെ നാട്ടിലെ ഇപ്പോൾ പാലായിലേക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അന്നത്തെ കാലത്ത് ലോക്സഭ വന്നാൽ മാണി ഗ്രൂപ്പ്, നിയമസഭ വന്നാൽ മാണി ഗ്രൂപ്പ്, പിന്നെ ജില്ലാ പഞ്ചായത്ത് വന്നാൽ, ബ്ലോക്ക് പഞ്ചായത്ത് വന്നാൽ എന്നൊക്കെ പറയും. എല്ലാത്തിലും മാണി സാറിൻ്റെ ഒരു അപ്രമാദിത്വം ഉണ്ടാവുമല്ലോ ഈ മുന്നണിക്കകത്ത്. അപ്പോൾ മിക്കവാറും ഈ സീറ്റുകളെല്ലാം അവർക്ക് പോവുകയും കോൺഗ്രസ്സുകാർ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു വലിയ ഫീലിങ്ങും തർക്കവും അതിൻ്റെ പേരിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും തമ്മിൽ സഖ്യം വളരെ ബുദ്ധിമുട്ടാണ് അവിടെ. അപ്പം മിക്കവാറും പരസ്പരം ഞങ്ങളുടെയൊക്കെ പഞ്ചായത്ത് മിക്കവാറും വളരെ അപൂർവമായിട്ട് സഖ്യം ഉണ്ടായിട്ടുള്ളൂ. കോൺഗ്രസും കേരള കോൺഗ്രസും പഞ്ചായത്ത് ഇലക്ഷൻ ഡയറക്റ്റ് മത്സരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മുന്നണിയിലുള്ളപ്പോൾ പോലും. അപ്പം അതിനകത്ത് ഞങ്ങളുടെ പഞ്ചായത്ത് മിക്കവാറും കോൺഗ്രസ് ജയിക്കുന്ന പഞ്ചായത്താണ്. അപൂർവമായ അവസരങ്ങളിൽ കേരള കോൺഗ്രസും ജയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം ഇതല്ലാതെ മൂന്നാമത് ഇടതുപക്ഷ മുന്നണിയിലോട്ട് വിജയം പോകത്തില്ല. ഇതിലാരെങ്കിലും ജയിക്കുകയുള്ളൂ. ഇനിയൊരു യോജിപ്പിൻ്റെ അന്തരീക്ഷം. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കോട്ടയം ജില്ലയിലെ ഞങ്ങളുടെ ഏരിയയിലുള്ള തർക്കമാണ് ഇതൊക്കെ കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പ്രചരണം ഇറങ്ങി. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി കൃത്യമായി ചരട് വലിച്ചു. കേരള കോൺഗ്രസിൻ്റെ അകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. മാണിയും ജോസഫും തമ്മിൽ, പ്രത്യേകിച്ച് മാണി സാറിൻ്റെ മരണത്തിന് ശേഷം ഇവർ തമ്മിൽ വളരെ അകന്നുപോയി. ജോസഫിൻ്റെതായ നിലപാടുകൾ സ്വീകരിച്ചു. മാണി ഗ്രൂപ്പിന് വേണ്ടി ജോസ് കെ മാണിയും സംഘവും അവരവരുടെ നിലപാടായി. അപ്പോൾ അവർ തമ്മിൽ യോജിച്ച് പോകാത്തൊരവസ്ഥയിൽ കോൺഗ്രസിനും UDFനും ഭയങ്കര തലവേദനയായി ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും. കാരണം നമ്മളുണ്ടാക്കുന്ന ധാരണ ഒന്നും ഇവർ പാലിക്കാത്ത അവസ്ഥ. അങ്ങനെ ഒരു അവസരത്തിൽ അവസാനം തൽക്കാലത്തേക്ക് മാണി ഗ്രൂപ്പിന് അടുത്ത പ്രാവശ്യത്തെ UDF യോഗത്തിനടുത്ത പ്രാവശ്യം ഇത് ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ധാരണയെ തെറ്റിച്ചതുമായി ബന്ധപ്പെട്ട അടുത്ത യോഗത്തിൽ വിളിക്കുകയില്ല എന്നിങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. അതിനു മുമ്പേ അവരെ മാണി ഗ്രൂപ്പ് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് രഹസ്യ സംഭാഷണങ്ങൾ ആരംഭിച്ചിരുന്നു. അവർ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു. കാരണം മാർക്സിസ്റ്റ് പാർട്ടി ഇവർ ചോദിക്കുന്ന സീറ്റൊക്കെ കൊടുക്കാമെന്നും അങ്ങനെ അതിലേക്കുള്ള അവരതിന് മുമ്പ് തന്നെ UDFിൽ നിന്നൊന്നും മാറി നിന്ന് ഒരു 2 വർഷം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ നല്ല ബന്ധം CPMുമായിട്ട് അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് UDF കോൺഗ്രസ് പറഞ്ഞു വിട്ടതാണ് എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെ പറയുന്നത്. കാരണം പോയി കഴിയുമ്പോഴത്തേക്ക് അതൊരു ജനാധിപത്യ വിശ്വാസികളുടെ മേഖലയാണ്. സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ UDFിൽ നിന്ന് പോയി എന്ന് പറയുമ്പോൾ അവർക്കതൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടതാണ് എന്നുള്ളൊരു പ്രചരണം അവർ വളരെ ബുദ്ധിപൂർവ്വം കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അല്ല, ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചയോ അതല്ലെങ്കിൽ അവരെ UDFിൽ എത്തിക്കാനുള്ള വഴികളോ UDFിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ടോ? അല്ല, അവർ വരുന്നതിലൊന്നും ഇവിടെ പാർക്ക് എതിരൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു ചർച്ചയൊന്നും ആരംഭിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ചർച്ച നടക്കുന്നൊന്നുമില്ല. ഏതായാലും ശ്രീ ജോസഫ് വാഴക്കൻ പൊതുവായിട്ടുള്ള രാഷ്ട്രീയം എല്ലാ സ്ഥലത്തും സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ഒരാൾ, പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഈ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രമാണിയായ നേതാവായി നിലനിന്നിരുന്ന ഒരാൾ, പക്ഷെ അതേ സന്ദർഭത്തിൽ എല്ലാവരോടും വ്യക്തിപരമായിട്ട് വലിയ സ്നേഹവാത്സല്യങ്ങളോടുകൂടി പ്രവർത്തിച്ച വളരെ ഒരു അഗ്രസീവ് ഗ്രൗണ്ട് ലെവൽ
പൊളിറ്റിക്സിൻ്റെ ഒരു സന്ദേശവാഹകനായി നിന്ന ആളായിട്ടാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷെ ഒറ്റത്തവണ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. എന്തുകൊണ്ടാണ് പിന്നീട് തുടർച്ചയായി ഇത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടും വിജയിക്കാൻ കഴിയാതെ പോകുന്നത്? അത് 82 ഞാൻ KSU പ്രസിഡൻ്റായി. പക്ഷേ എനിക്കൊരു സീറ്റ് കിട്ടുന്നത് 2006-ലാണ്. അതാണ് KSU കഴിഞ്ഞിട്ട് എത്രയോ കാലം യൂത്ത് കോൺഗ്രസും കഴിഞ്ഞ് KPCCയുടെ ഭാരവാഹി ആയിരിക്കുമ്പോഴൊന്നും കോട്ടയം ജില്ലയിൽ അതിൻ്റെ ഒരു സീറ്റില്ല ഞങ്ങളുടെ ജില്ലയിൽ. കാരണം കോട്ടയം ജില്ലയിലെ ഇപ്പം കോട്ടയം, പുതുപ്പള്ളി, വൈക്കം അങ്ങനെ 2-3 സീറ്റ് കോൺഗ്രസ്സിന്, ബാക്കിയൊക്കെ കേരള കോൺഗ്രസ്സിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ സീറ്റുകളൊക്കെയാണ് ഇപ്പം സാമുദായികമായിട്ടും ഒക്കെ ആണെങ്കിലും ഞങ്ങൾക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന സീറ്റുകൾ. ആ സീറ്റുകൾ എപ്പോഴും കേരള കോൺഗ്രസ്സിനായിരിക്കും. അവിടുത്തെ പ്രശ്നങ്ങൾ അത് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ നമുക്കൊരിക്കലും സീറ്റ് കിട്ടാറില്ല. ഒരു സീറ്റ് ഫ്രീ ആയിട്ട് വേണ്ടേ. മാത്രമല്ല അതൊക്കെ മിക്കവാറും UDF ജയിക്കുന്ന മേഖലകളുമായിരുന്നു. അപ്പോൾ ഒരു ഫ്രീ സീറ്റ് അങ്ങനെ വരാറില്ല, ഓപ്പൺ സീറ്റ്. എല്ലായിടത്തും സീനിയറായിട്ടുള്ള നേതാക്കന്മാരിങ്ങനെ നിൽക്കുന്നൊരു കാലമാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൻ്റെ സീറ്റുകളാണ്. അപ്പം ഞങ്ങൾക്കത് കിട്ടാൻ നിവൃത്തി. പക്ഷേ 2006 അവിടെ നിന്ന് ചാടി എറണാകുളം ജില്ലയിൽ വന്ന് മൂവാറ്റുപുഴ വന്നാണ് എനിക്കൊരു സീറ്റ് കിട്ടുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചു. മൂവാറ്റുപുഴ ജയിച്ചു. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ വേറെ ഒരുപാട് ഘടകങ്ങളുണ്ടായി. ഒരുപക്ഷേ എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാം, ഒരുപക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസനം കൊണ്ടുവന്നൊരു MLA ആണ് ഞാൻ. എൻ്റെ മുഴുവൻ എൻ്റെ മനസ്സും മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയും സത്യത്തിൽ ഈ വികസനം ഒരു ഭ്രാന്തായി ഞാൻ കൊണ്ടുനടന്നു. കാരണം നമ്മളവിടെ ചെല്ലുമ്പോൾ ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഓരോരോ കാര്യങ്ങളുണ്ട്. അത് മുഴുവൻ ചെയ്യണമെന്നുള്ളൊരു വാശിയായിരുന്നു. അപ്പോൾ എൻ്റേതായ സ്വാധീനങ്ങൾ, ബന്ധങ്ങൾ, മന്ത്രിമാരൊക്കെ അന്നത്തെ എല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പം പാർട്ടിക്കകത്ത് നമുക്കൊരു പൊസിഷനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ മിക്കവാറൊക്കെ എല്ലാവരും കേൾക്കുമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഒരുപാട് എല്ലാ മന്ത്രിമാരും സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ ആ നഗരമായിട്ട് ബന്ധപ്പെട്ട് മൂവാറ്റുപുഴയിൽ എൻ്റെ ഒരു വികസനം അല്ലെങ്കിൽ എൻ്റെ ഒരു കയ്യൊപ്പില്ലാത്ത ഒരു വാർഡ് പോലും ഇല്ല. അത്രമാത്രം കാര്യങ്ങൾ നമ്മൾ ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ നമ്മൾക്ക് ഞാൻ പറയാറുണ്ട്, അത് നമ്മൾ തിരഞ്ഞെടുപ്പ് ജയിക്കാനായിട്ട് ഇങ്ങനെ പൊമ്മി നടക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരാളായി മാറിയാൽ, അല്ലെങ്കിൽ ഭയങ്കര പവർഫുൾ ആണെന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള എതിർപ്പ് വരും. പല തരത്തിൽ ആളുകളെല്ലാം നമ്മളെ ഒരുപാട് നമ്മളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞാലുടൻ നടക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മളുടെ അടുത്തേക്ക് വരും, ഒരുപാട് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കും. പിന്നെ അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളൊക്കെ വരും. അപ്പം ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ CPM-ഉം കോൺഗ്രസും തമ്മിൽ പലപ്പോഴും പല കാര്യങ്ങളിലും വലിയ വ്യത്യാസം, അത് ആക്സെപ്റ്റബിളായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്, പ്രതിലോമകരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ CPM പോലുള്ളൊരു പാർട്ടിയിൽ തുടർച്ചയായി 2 തവണ മത്സരിച്ചാൽ മാറി നിൽക്കണം എന്ന് പറയുന്നൊരു രീതി അല്പം നേതാക്കളെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ സ്ഥലത്തേക്കും ആപ്ലിക്കബിളായി അവർ കൊണ്ടു നടക്കുന്ന ഒരു ശീലം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജോസഫ് വാഴക്കൻ തന്നെ പറയുന്നത് മത്സരിക്കാൻ കുറച്ച് സീറ്റുകൾ അവിടെ സ്ഥിരമായി ചില ആളുകൾ മത്സരിച്ച് പോകുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു സ്ഥിതിയാണ്. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിന് ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സംസാരിച്ച് തീർക്കാൻ കഴിയാത്തത്? അത് CPM നമ്മളുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ടെന്നുള്ളതാണ് കോൺഗ്രസുമായിട്ട്. കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഒരു കേഡറിലല്ല വർക്ക് ചെയ്യുന്നത്. പലപ്പോഴും ഈ ജയിക്കുന്ന MLA-മാരെ ബേസ് ചെയ്താണ് ആ കോൺസ്റ്റിറ്റ്യുവൻസി മുന്നോട്ട് പോകുന്നത്, അതിൻ്റെ പാർട്ടി പ്രവർത്തനം പോലും. അല്ലാതെ പാർട്ടിയും MLA-യും രണ്ടും രണ്ടല്ല. MLA തന്നെയായിരിക്കും പാർട്ടിയെ നയിക്കുന്നതും. MLA-ക്ക് തന്നെയാണ് അങ്ങനെ ആക്കി മാറ്റിയതാണ്. അതിനെനിക്കിപ്പോൾ തന്നെ അന്നത്തെ കാലത്ത് ഞാൻ ഓർക്കുന്നത്, ഇപ്പോൾ 2000 ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം, ഇപ്പോൾ ജോസഫ് വാഴക്കൻ എന്ന് പറയുന്ന ഇത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പോലെ കേരളത്തിൽ ഇതുപോലെ അവസരങ്ങൾ ലഭിക്കാതെ അനാഥത്വത്തിൻ്റെ ഒരു കയ്പുനീർ കുടിച്ച് ജീവിതം മുഴുവൻ ഒരു സാധാരണ പ്രവർത്തകനായി, പാർട്ടി പ്രവർത്തകനായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു വലിയ വിഭാഗത്തെ കാണാനുള്ളൊരു കണ്ണ് വേണ്ടേ യഥാർത്ഥത്തിൽ കോൺഗ്രസ്? ഉറപ്പായിട്ടും വേണം. ഇപ്പോൾ തന്നെ 2015 വരെ നമ്മുടെ പാർട്ടിക്കകത്തുണ്ടായിരുന്നു MLA-മാരാകുന്ന ആളുകൾ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമായിരുന്നു. ഞാൻ 2011 MLA ആയപ്പോൾ ഞാനന്ന് KPCCയുടെ വൈസ് പ്രസിഡൻ്റാണ്. ഞാൻ KPCC ആ സ്ഥാനത്ത് നമ്മൾ മാറിയപ്പോൾ തന്നെ MLA-മാരെല്ലാവരും തന്നെ പാർട്ടി സ്ഥാനങ്ങൾ വഹിക്കാറില്ലായിരുന്നു, എല്ലാവരും മാറുമായിരുന്നു. അല്ലാത്ത ആളുകൾക്കായിരുന്നു, സമയമുള്ള ആളുകളായിരുന്നു പാർട്ടിയുടെ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നത്. അതിൻ്റേതായ ഗുണവും പാർട്ടിക്കുണ്ടായിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. ഇന്നിപ്പോൾ വരുന്നൊരു സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MLA-മാരും MP-മാർക്കൊക്കെ പാർട്ടി സ്ഥാനം കിട്ടൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്.
അതൊരു പുതിയ ചേഞ്ച് വന്നതാണ്. അങ്ങനെ 2015 ശേഷം സംഭവിച്ചതാണ്. പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലെല്ലാം MP-മാരോ MLA-മാരാണ്. അല്ല, ഇതൊരു പൊതു ചർച്ച എന്നുള്ള രീതിയിൽ സത്യത്തിൽ ഇപ്പോൾ ഒരു സംഘടനാപരമായിട്ടുള്ള പുനഃസംഘടന വരുമ്പോഴും പാർലമെൻ്ററി ലെവലുള്ള പുതിയ വ്യക്തികളെ അന്വേഷിക്കുമ്പോഴുമൊക്കെ ചില ആളുകളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോവുകയും പക്ഷെ കഴിവും തൻ്റെ ഇടവും ശേഷിയും ഗ്രൗണ്ട് ആക്ടിവിറ്റീസുമുള്ള ഒരു വലിയ വിഭാഗം ഇതിൽ നിന്നെല്ലാം മാറിപ്പോവുകയും ചെയ്യുന്നു എന്നൊരു കംപ്ലൈൻറ്റ് പൊതുവായിട്ടുണ്ടോ? ഒരു പരിധിവരെ ഉണ്ട്. കംപ്ലൈൻ്റ് ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ MLA-മാർ MP-മാരായാലത്തെ അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവർക്ക് ശ്രദ്ധിക്കണം. അതെ, പ്രത്യേകിച്ച് ഇപ്പം MLA-മാരും MP-മാരായിട്ടുള്ള ആളുകളാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളെല്ലാം. അവർക്കെല്ലാം അസംബ്ലി ഇലക്ഷൻ വരികയാണ് മിക്കവാറും ഉള്ളവർക്ക്. MP-മാർക്കാണെങ്കിലും കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരുപാട് പണിയുണ്ട്. അതിനിടയ്ക്ക് പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങൾ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അത് 2015 ശേഷമാണ് ഇങ്ങനെയൊരു അവസ്ഥ വന്നിട്ടുള്ളത്. 2015 മുമ്പ് വേറൊരു ഗുണം കൂടെ ഉണ്ടായിരുന്നു. പാർട്ടിക്കകത്ത് പ്രത്യേകിച്ച് 2021 വരെ പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം ഗ്രൂപ്പാണ് പാർട്ടി ഇതിനെല്ലാം കുഴപ്പമെന്ന് പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കാത്ത ഒരാളാണ്. ഗ്രൂപ്പിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ടായിരുന്നു. ഗ്രൂപ്പിന് അതിൻ്റെതായ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു, അതിന് ഹൈറാർക്കി ഉണ്ടായിരുന്നു, സ്റ്റേറ്റിൽ ലീഡേഴ്സ് ഉണ്ടായിരുന്നു, ജില്ലകളിൽ ലീഡേഴ്സ് ഉണ്ടായിരുന്നു, താഴെ വരെ ലീഡേഴ്സ് ഉണ്ട്. അവർ പറഞ്ഞാൽ പറയുന്ന താഴെ വരെ അനുസരിക്കും. അതിനപ്പുറത്ത് അങ്ങ് ചാടിപ്പോകാൻ പറ്റത്തില്ല. അവിടെ ഒരു മെറിറ്റോറിയസ് ആയ സെലക്ഷൻ ഉണ്ടായിരുന്നു. ആരുടെയെങ്കിലും പേരുകൾ വരുന്നുണ്ടെങ്കിൽ തന്നെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഈ ജില്ലകളിലെ ഗ്രൂപ്പിൻ്റെ തീരുമാനം അനുസരിച്ചാണ് നമ്മൾക്ക് ആളെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെ മുകളിൽ നിന്ന് ഇഷ്ടമുള്ള ആളിലൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യുന്നതൊക്കെ സമയത്തൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. എന്നാൽ പോലും അങ്ങനെ ഗ്രൂപ്പിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഗ്രൂപ്പിൻ്റെ താഴെത്തിട്ടുള്ള സംവിധാനങ്ങളെ ഒരു പാർട്ടി പോലെയാണെന്നുള്ള വർക്ക് ചെയ്തത്. അപ്പോൾ 2 ഗ്രൂപ്പുകളായിരുന്നു. പെട്ടെന്നൊരു പുനഃസംഘടന 1 മണിക്കൂർ മതി ചെയ്യാൻ. 2 കൂട്ടത്തിൽ നമുക്ക് 20 പേരെ വേണ്ടി വരും. KPCCയുടെ ജനറൽ സെക്രട്ടറിമാരാണ് 2 പേരും വകുപ്പത്ത്. അവരെ സ്റ്റേറ്റിലെ ഏറ്റവും ഓരോ കൂട്ടത്തിൽ നിൽക്കുന്ന മിക്കവാറും ഏറ്റവും സീനിയറായിട്ടുള്ളവരും ഏറ്റവും യോഗ്യരായിട്ടുള്ളവരുടെ പേരുകളാണ് 2 കൂട്ടരും കൊടുക്കുന്നത്. ഈ 2 പേരും വയ്ക്കുന്നു. മിനിറ്റുകൾ കൊണ്ട് പുനഃസംഘടന നടക്കുന്നു. ഈ സംവിധാനത്തെ ഇപ്പോൾ തകർത്തിട്ടുണ്ട്. തകർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വലിയ ദോഷമാണ് എന്നുള്ള വലിയ നറേഷൻ ഉണ്ടാക്കി. അതിന് സോഷ്യൽ മീഡിയ വഴിയൊക്കെ വലിയ പ്രചരണം കൊടുത്തു. ഇപ്പം നമ്മളൊക്കെ ഒരിക്കലും ഒരു ഗ്രൂപ്പ് മാനേജർ എന്ന് പറഞ്ഞുകൊണ്ട് സംഘടനയ്ക്ക് ദോഷമായിട്ട് ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല, ജീവിതത്തിൽ ചെയ്തിട്ടില്ല. പാർട്ടിക്ക് നന്മയ്ക്ക് വേണ്ടി മാത്രമേ നിന്നിട്ടുള്ളൂ. ഒരിക്കലും ഇലക്ഷൻ സമയത്ത് കാല് വാരില്ല, ഒരു സമയത്ത് ഒരിക്കലും വാരില്ല. നമുക്ക് സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിനെ ഉപയോഗിക്കുന്നുള്ളതല്ലാതെ ഒരു ഇലക്ഷനിലേക്ക് ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലൊന്ന് ആണെന്നോ ആണെന്നോ പറഞ്ഞ് അപൂർവമായി ചില സ്ഥലങ്ങളിൽ വല്ല വാറിലൊക്കെ വല്ലതും നടക്കും. അതും വേറെ പല താല്പര്യങ്ങൾ അതല്ലേലും നടക്കും. അതല്ലാതെ ഒരിക്കലും അങ്ങനെ കാലൊന്നും വാരിയല്ല. പക്ഷേ അതല്ല സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചാൽ ഇപ്പോൾ 2021 ശേഷം സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പ്രചരണം. ഈ ഗ്രൂപ്പാണിത് മുഴുവൻ, ഈ ഗ്രൂപ്പുകാരൊന്ന് മാറി നിന്നാൽ മതി, പാർട്ടി ഞങ്ങളിതാ വലിയ നല്ല രീതിയിലേക്ക് പോകും. ഈ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് പറയട്ടെ, അപ്പോൾ അന്ന് സോഷ്യൽ മീഡിയ വഴി വന്ന ഒരു വലിയ ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ അവസാനിപ്പിച്ചു. ഇന്ന് അതേ സോഷ്യൽ മീഡിയ കോൺഗ്രസിനെ തിരിഞ്ഞു കുത്തുകയാണോ യഥാർത്ഥത്തിൽ? അല്ല, അതിൻ്റെ ഉണ്ടായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലീഡർഷിപ്പിൽ വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ പറ്റും. 2, 3, 4 അല്ലെങ്കിൽ സ്റ്റേറ്റ് തലത്തിലുള്ള 3, 4, 5 പേരിരുന്നാൽ പാർട്ടിക്ക് അത് വളരെ ഒരുമാതിരി നീതിപൂർവമായൊരു തീരുമാനം ഉണ്ടാകുമായിരുന്നു. ഇപ്പം വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടായില്ലേ. ഇപ്പോൾ ഒരു പുനഃസംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പേരാണ് ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? എല്ലാവരും അഭിപ്രായങ്ങൾ പറയല്ലേ, എല്ലാവർക്കും. മാത്രമല്ല അവർക്കെല്ലാം അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, അങ്ങനെ ടീമൊന്നും ഇല്ലല്ലോ താഴോട്ട്. എല്ലാവരും അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് അതപ്പോൾ നമുക്ക് പലപ്പോഴും സംഘടനയുടെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിശ്വാസം എനിക്കുള്ളത്. അതുകൊണ്ട് അത് കെട്ടുറപ്പ് നമ്മുടെ സംഘടനയ്ക്ക് തീർച്ചയായിട്ടും ആ ഒരു ഉത്തരത്തിൻ്റെ ബാക്കിയായിട്ട് ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു അസന്നിഗ്ധാവസ്ഥ ഒരു പൊതുബോധ്യമായി കോൺഗ്രസ് പ്രവർത്തകന്മാർക്കിടയിലെല്ലാം നിൽക്കുന്നു. ഇനി ഈ സംഘടനയുടെ ഒരു കെട്ടുറപ്പ് ഉണ്ടാക്കാൻ ഏത് രീതിയിലുള്ള ഒരു മാനുഫാക്ചറിങ് ആണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു റീമേക്കിംഗ് ആണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ആവശ്യമുള്ളത്? അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ട്രോങ് ആവണം. കോൺഗ്രസ് ഹൈക്കമാൻഡ് കുറേ കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആകണം. അവർ ഡയറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം. അവരിതിനകത്ത് കുറച്ചുകൂടി നീതിപൂർവമായ തീരുമാനത്തിന് അവർ നിൽക്കണം.
എങ്കിൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു, ശക്തമായ സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അഭാവം സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇവിടെ വന്ന് പിന്നെ ഇതിനകത്ത് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലമല്ല കിട്ടാൻ പോകുന്നത്. ഇത് ഞാൻ എൻ്റെ വ്യക്തിപരമായ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്. അല്ല, എല്ലാവരും ഇപ്പോൾ കോൺഗ്രസിനെ ഇപ്പോൾ ഒരു 2026 ഭരണത്തിലേക്ക് കോൺഗ്രസ് തിരിച്ചെത്തുക, ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അതിവേഗം ശക്തി പ്രാപിച്ച് അടുത്തിട്ടുള്ള പ്രവർത്തകന്മാർക്ക് അധികാര സോപാനം കയറാനുള്ള വഴിയുണ്ടാക്കുക എന്നുള്ളത് താരതമ്യേന എല്ലാവരുടെയും വിഷയമാണ്. പക്ഷേ ആ വിഷയത്തെ ആരാണ് വീണ്ടും വീണ്ടും തകർത്തുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്ക് കേരളത്തിൽ വളരെ അനുകൂല സാഹചര്യമാണ്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം, അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. 2 പ്രാവശ്യത്തെ ഭരണം, ഒന്നിച്ചുള്ള ഭരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-നെയും ഇടതുപക്ഷ മുന്നണിയെയും ഒരുപാട് ദുഷിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിട്ടുണ്ട്. എവിടെ ചെന്നാലും ഇതാ പറയും, നിങ്ങളൊന്ന് നേരെ നിൽക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എപ്പോഴും നമ്മളോട് പറയുന്നത്. അതൊന്ന്. 2, ദേശീയ രാഷ്ട്രീയത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രാധാന്യം. ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഒരുപാട് ആരാധകരും അതിൻ്റെ പേരിൽ വലിയൊരു മൂവ്മെൻറ്റ് കേരളത്തിലെ നേതാക്കന്മാരെ മാത്രം കണ്ടുകൊണ്ടൊന്നുമില്ല. ദേശീയ രാഷ്ട്രീയം എപ്പോഴും കോൺഗ്രസ്സിന് ദേശീയ രാഷ്ട്രീയം ഒരു പ്രധാനമാണ്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ അനുഭാവികളുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലും. ഇപ്പോൾ രാഹുൽ ഗാന്ധി, ഞാൻ പറഞ്ഞൊരു 2014 നരേന്ദ്രമോദി വന്നതിന് ശേഷം ഒരുപക്ഷെ ഈ അടുത്ത കാലത്താണ് രാഹുൽ ഗാന്ധി ദേശീയ രാഷ്ട്രീയത്തിലൊരു മേൽക്കൈ നേടുന്നത്. അന്ന് വരെ രാഹുൽ ഗാന്ധിയെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ ഉപയോഗിച്ച് BJP വളരെ മോശമാക്കി, നമുക്ക് പോലും ഒരു ഫുൾ കോൺഫിഡൻസ് അദ്ദേഹത്തിൽ ഉണ്ടാകുമോ എന്ന് സംശയം തോന്നുന്ന ഒരു രീതിയിലേക്ക് ഇവരുടെ വലിയ പ്രചരണങ്ങൾ നടന്നു. പക്ഷേ അവിടെ നിന്നെല്ലാം മോചിതനായി വളരെ സ്ട്രോങ് ആയി നിർഭയനായ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്നൊരു ഫീലിംഗ് ദേശീയ തലത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് സംസ്ഥാന തലത്തിലും വന്നു. മാത്രമല്ല, സംസ്ഥാന തലത്തിൽ അതിനൊരു വലിയൊരു ഗുണം കിട്ടിയിരിക്കുന്നത്, സംസ്ഥാന തലത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും പിണറായി വിജയനും CPM-ഉം വളരെ തന്ത്രപരമായി ന്യൂനപക്ഷ വോട്ടുകൾ തട്ടിയെടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, BJP-ക്ക് ബദലായി ഞങ്ങളെ ഉള്ളൂ എന്നുള്ള ഒരു നറേഷനായിരുന്നു. അത് വളരെ തന്ത്രപരമായിട്ട് തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോഴത്തേക്കും ഇൻ്റർനാഷണൽ പൊളിറ്റിക്സും അതുമെല്ലാം കൂടെ കൊണ്ടുവന്ന് വലിയ ക്യാമ്പയിൻ അങ്ങ് നടത്തി അവരങ്ങോട്ട് തന്ത്രപരമായിട്ട് അത് കൊണ്ടുപോകും. പക്ഷേ ഇന്ന് അവർക്ക് വലിയ തിരിച്ചറിവ് വന്നു. രാഹുൽ ഗാന്ധി മാത്രമാണ് ഇന്ത്യയിൽ ഞങ്ങളൊരു രക്ഷകനായിട്ടുള്ളൂ. ആണായിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ടായാൽ ചോദ്യം ചെയ്യാൻ ഒറ്റ നേതാവേ ഇന്ത്യയിലുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് വളരെ കൃത്യമായി താഴെത്തട്ടിലേക്ക് വന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അനുകൂലമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോൺഗ്രസിനും UDF-നും ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടെന്ന് കേരളത്തിൽ.